ഇതേപോലെ തന്നെ പറ്റിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ദുനിയവിയായ പറ്റിക്കപ്പെടലുകളാണ്. അതേ സമയത്ത് നിങ്ങൾ ഓതിപ്പടിക്കണ മുത്താലിമീങ്ങൾ പറ്റിക്കപ്പെടുന്ന ഒരു സന്ദർഭം കൂടി പറയാണ്ട് നിർത്തിയില്ല. കുറച്ച് കഴിയുമ്പോഴേ ചിലപ്പോൾ കാണാം പള്ളിയിൽ, നിങ്ങളെ പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ദർഗയിൽ പോകുമ്പോൾ സിയാറത്തിന് മക്കാമി പോകുമ്പോൾ അവിടെ ഭയങ്കര പച്ച ഷാളിട്ടിട്ടോ അല്ലെങ്കിൽ പച്ച ഷർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറെ മുറുക്കി ചുവപ്പിച്ചിട്ടോ കുറെ തസ്ബീം കുറെ മോതിരൊക്കെ ഇട്ട് തലയൊക്കെ. അതായത് നിങ്ങൾക്ക് തോന്നും ഇയാളെന്തോ ഒരു ഔലിയാപ്പാപ്പാണ്. ആ മട്ടിൽ ഉള്ള അങ്ങനെയുണ്ട് ഒരു പറ്റിക്കൽസിന്റെ രൂപമാണ് ഈ പറയണത് കുറേ ആൾക്കാർ. അപ്പം നിങ്ങളിപ്പോൾ ഈ ഓതിപ്പടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ആ ഓതിപ്പടിപ്പില് നിങ്ങളിപ്പോൾ ഓതിപ്പടിക്കണ കോലത്തിലാവുമ്പോൾ അങ്ങനെ അധികം പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഓത്തിൻ്റെ കോലം അങ്ങനെയാണ്. പണ്ട് അങ്ങനല്ല. പണ്ട് കിതാബുൽ അദ്കിയ, അതുപോലെ തന്നെ ഇമാം യാഫി തങ്ങളുടെ റിയാദുസ് സാലിഹീൻ, റൗദുർ റയാഹീൻ, ഇർഷാദുൽ യാഫി, ഇതൊക്കെ ഓതുന്ന ഒരു കാലമൊക്കെ പണ്ട് കാലത്ത് ദർസിലുണ്ടായിരുന്നു. ഇപ്പൊക്കെ കുറഞ്ഞ് ഇല്ല എന്ന് തന്നെ പറയാം. ഇതോതുമ്പോൾ ഔലിയാക്കന്മാരോടും ഔലിയാക്കളുടെ ലോകത്തിനോടൊക്കെ ഒരു വല്ലാത്തൊരു പ്രതിപത്തിയായിരിക്കും ഉണ്ടാവും. ഒരു കൗതുകം കൂടി ഉണ്ടാവും. അതിനകത്താണെങ്കിൽ അങ്ങനത്തെ ഔലിയാക്കന്മാരെ പറ്റി വിശേഷങ്ങൾ കൊടുത്തിട്ടും പറഞ്ഞിട്ടും അവരങ്ങനത്തെ ഹാലുള്ളവർ ഖദർ നബീനെ പറ്റി പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു വണ്ടർലാൻഡിലായിരിക്കും മനുഷ്യൻ്റെ ഈ മുത്തഅല്ലിമ്. ഇങ്ങനെയുള്ള സമയത്താണ് ഇവൻ ഈ സിയാറത്തിന് പോകണത്, അല്ലെങ്കിൽ അവൻ പുറത്ത് നടക്കണത്. അപ്പം ഇവനക്ക് എല്ലാവരും ഖദർ നബി പോലെ തോന്നിപ്പോകും, അല്ലെങ്കിൽ എല്ലാവരും ഔലിയാക്കന്മാർ. ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മറ്റുള്ള തരത്തിലുള്ള നമ്മളെ ദുനിയാവ് മോഷ്ടിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനീ പറയണത് മുത്തഅല്ലിമീങ്ങളിൽ പല ആളുകളും ചെന്ന് ചാടുന്ന ഒരു പ്രശ്നമാണത്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ആളുകൾ? ഇപ്പം സത്യത്തിൽ ഇപ്പോൾ ഹാദിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം നിങ്ങൾ ആ കിതാബൊന്നും ഓതിയിട്ടില്ല, ഇനി ഓതോന്നും എനിക്കറിയില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് ദർസ് ജീവിതം ആരംഭിക്കുമ്പം മദർസയിൽ തന്നെ ഉണ്ട് അതുക്കിയ. 6ാം ക്ലാസ്സിലും അതുക്കിയ ഉണ്ടായിരുന്നത്. പിന്നെ ദർസിൽ വരുമ്പോഴും ദർസിൽ ഉസ്താമാരും അതുക്കി ഒതുക്കി കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കറാമത്തുകളും ഔലിയാക്കന്മാരെ ഹിക്കായത്തുകളും ഒക്കെ പറയുമ്പോൾ ആ ലോകത്തിനോട് പ്രത്യേകമായിട്ട് നമ്മളെ ചിന്തയിരിക്കും. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ സിയാറത്തിനോട് താല്പര്യം, ത്വരീഖത്തിനോട് താല്പര്യം, ദിക്റുകളോട് താല്പര്യം, കല്ലിട്ട മോതിരത്തിനോട് താല്പര്യം. ഇതൊക്കെ ഉണ്ടാകും. കല്ലിൻ്റെ മോതിരമൊക്കെ ഔലിയാക്കന്മാരെ അടയാളങ്ങളായിട്ട് കണക്കാക്കുന്ന ഒരു ഇതാണ്. ആ സമയത്ത് എന്താവും? പള്ളിയിൽ വെച്ചിട്ടോ മക്കാമിൽ വെച്ചിട്ടോ പോലും കാണും. അത് നിങ്ങളെ കുപ്പിയിലാക്കാൻ, നിങ്ങളെ പറ്റിക്കാൻ വരുന്ന ആൾക്കാരെ. ഹക്കീക്കത്തിൽ അസ്ലിയുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അതല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫ്രോഡ് പറഞ്ഞ് അങ്ങനെ ഈ വെള്ളി മൂങ്ങനെ പറ്റി മറ്റതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ഈ മക്കാമ് കേന്ദ്രീകരിച്ചും പള്ളിയിൽ ഇങ്ങനെ ഭയങ്കര ഹാഹു എന്നൊക്കെ കാണിച്ചിട്ട് പച്ചച്ചോളം കുളിക്കുകയില്ല, പല്ലിയൊക്കെ ഇല്ല, മുറുക്കി ചവച്ച് ഇവിടെയൊക്കെ തുപ്പിയിട്ട്. അപ്പം ഈ സംഭവങ്ങൾ സ്വാലിഹീങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ചില മഹാന്മാരെ പറ്റി, ഇപ്പോൾ CM മൂപ്പരെ പറ്റി, അല്ലെങ്കിൽ മറ്റേ സുലൈമാൻ മുസ്ലിയെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് ബാപ്പട്ടി മുസ്ലിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ചവക്കാറുണ്ടായിരുന്നു, മുറുക്കി ചവക്കാറുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞത് തലയിലുള്ള എൻ്റെ പേരിൽ ഈ കാണുന്ന ആളും എങ്ങാനും ആ ഗണത്തിൽപ്പെട്ട ആളാണെന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യും? നമ്മൾ പോവും, കൈപിടിച്ച് മുത്തി ബഹുമാനിച്ച്, ചിലപ്പോൾ കയ്യിലെ കാശ് വയ്ക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയും. നീ ഒരു കാര്യം ചെയ്യും, നാളെ നീ അങ്ങോട്ട് വാ, മമ്പ്രത്തേക്ക് വാ, അവിടെ വെച്ച് കാണും. ദ്വാരക്കണം, ആലിമാവണം, അല്ലെങ്കിൽ നമ്മളെന്താണോ നമ്മളപ്പോഴത്തെ ആഗ്രഹം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ കുറച്ചും കൂടി അതിൽ കവിഞ്ഞിട്ട് ഈ ഖദർ നബിനെ കാണണം, അപ്പാണ് പിടിക്കും, കൈക്കാണ്ട് പിടിക്കും, ഒന്ന് കൈയാണ്ട് മുറുക്കും പിടിച്ചിട്ട്. അപ്പം നമ്മളെ കാര്യം സ്വീകരിക്കപ്പെട്ടു. കാരണം കൈ മുറുക്കി, കൂട്ടുകാരുടെ കൈ മുറുക്കിയിട്ടില്ല. അവൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആലിമാവണം, ഇൽമ കിട്ടണം എന്നൊക്കെയാണ്. അതിനൊന്നും കൈ മുറുക്കലില്ല. ഖദർ നബിനെ കാണണം എന്നാണ് പറഞ്ഞോട് കൂടിയിട്ട് നമ്മളെ കൈ കൊണ്ട് മുറുക്കി. നീ ഒരു കാര്യം ചെയ്യും, നാളെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നീ മമ്പറത്തേക്ക് വാ. അയാളെ പാട് പോയി. നമ്മൾ ഉറപ്പിച്ച്, നമ്മൾ മുസ്തഫ, നമ്മൾ മുജ്തബ, നമ്മൾ മുഖ്താറായി. അദ്ദേഹം ആ വലിയുള്ളാഹി എന്തായി നമ്മളെ സെലക്ട് ചെയ്ത്. കാരണം കൂട്ടുകാരനോട് വരാൻ പറ്റില്ല, അവൻ ചീള് കേസ്. നമ്മളോടൊന്ന് പറയാം, നമ്മ എന്താ ആവശ്യപ്പെട്ടത്? പിന്നെ കാണാൻ. അങ്ങനെ കാത്തൂത്തിരിക്കും. ദർസിലെ ഉസ്താദിനോടും പറയൂല, ആരോടും പറയൂല, പോകും. അവിടെ നിന്ന് തുടങ്ങി അവൻ്റെ കഷ്ടകാലം. അത് ഫ്രോഡായി ആണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി.
അവിടെ ചെല്ലുമ്പോൾ എന്താ ഓതണം, അവിടെ അയാൾ കാത്തുക്കുണ്ടാവും. അയാൾക്കറിയാം ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്, ചൂണ്ടിട്ടിട്ടുണ്ട് വരുമെന്നറിയാം. കാരണം സാധാരണക്കാരനായ ഒരു കുട്ടി എന്താണെങ്കിലും ഖദറിനെ കാണുന്ന ആവശ്യപ്പെടൂല. അപ്പം ഇവനക്ക് ആത്മീയമായ കാര്യങ്ങളിൽ അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞൊരു ഇത് കമ്പുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇവനാണ് അയാളുടെ തുരുപ്പിച്ചിട്ട് ഇവനെ മുതലാക്കും. അതെന്തുകൊണ്ടൊക്കെ മുതലാക്കാം, കാശ് കൊണ്ട് മുതലാക്കാം, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരീക്കത്തിലേക്ക് മെമ്പറാക്കാം. അയാൾ പറയുന്ന പോലെ ആടട രാമ പാടട രാമ എന്നുള്ള കുരങ്ങൻ്റെ കളി കളിപ്പിക്കാം, ദർസ് നിർത്തിക്കാം. കാരണം ഇവനെ ഏത് തരം ഫ്രോഡാണോ അതൊക്കെ ഇവന് ഇയാളെ കൊണ്ട് ചെയ്യിക്കും, ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കും. ഈ അതാണ് പറഞ്ഞത്, മുത്താലിമീങ്ങൾ ചെന്ന് ചാടാറുള്ള മിക്ക അബദ്ധങ്ങളും ഇങ്ങനെയാണ്. ഈ സ്വാലിഹീങ്ങളുടെ വേഷത്തിലും ഔലിയാക്കളുടെ വേഷത്തിലും മശായിഖിൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കള്ളന്മാരെ കൊണ്ടാണ് അധികപക്ഷം മുത്താലിമീങ്ങളും. കാരണം അവരേതായാലും ബിസിനസ്സുകാരുടെ അടുത്ത് പോയി കുടുങ്ങൂല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും ഇത്തരം കള്ളന്മാരുടെ അടുത്ത് പോയി കുടുങ്ങും. അത് ഈ തസവുഫിന്റെ വിഷയത്തിലൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള താല്പര്യം കാണിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കുടുങ്ങല്. അതേ സമയത്ത് അവൻ ഓതുന്ന ഉസ്താദിന്റെ അടുത്ത് മുഷാവറ നടത്തി അതൊന്നും പറയൂലല്ലോ അന്നേരത്ത്. ഉസ്താദ് ഞാനിങ്ങനെ ഒരാളെ കണ്ട് പറയൂല, കാരണം ഉസ്താദ് മുടക്കൂന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അയാൾ തന്നെ പറയും ഉസ്താദിനോട് പറയരുതെന്ന് പറയും. ശരീഅത്തിന്റെ ഇൽമിന് യാതൊരു വിലയും കൊടുക്കൂല ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കതാണ് വെച്ചാൽ എല്ലാ മേഖലകളിലും വഞ്ചിക്കപ്പെടാൻ അല്ലെങ്കിൽ ഫ്രോഡ് പാർട്ടികളുണ്ട്. മുത്തഅല്ലിമീങ്ങൾ കൂടുതൽ വഞ്ചിക്കപ്പെടൽ ഇത്തരത്തിലുള്ള ആത്മീയ പാർട്ടികളെ കൊണ്ടാണ്. ഈ വേഷത്തിലും വരുമ്പോൾ ഇത് വലിയാണെന്നോ ഖദർ നബിയാണെന്നോ മറ്റതാണെന്നോ മറിച്ചെന്നൊക്കെ വിചാരിച്ചിട്ട് അയാളെ പിന്നാലെ കൂടും. അയാളെന്തെങ്കിലും ഈ പറഞ്ഞ ഒട്ടുമിക്ക ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, ചില ചെറിയ മാജിക്കുകളൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ പഠിച്ചു വെച്ചിട്ട് ഈ മേഖലയിൽ വരുള്ളൂ. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി നമ്മളെ കയ്യിൽ നിന്ന് 5 ഉറുപ്പ്യ നമ്മളെ പോക്കറ്റിൽ 5 ഉറുപ്പ്യ എടുത്ത് കാണിച്ചിട്ട് നിൻ്റെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മ മേടിക്കും. അതിന് എൻ്റെ അനുഭവം തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഞാനിതൊന്നും കേട്ടറിഞ്ഞിട്ടല്ല പറഞ്ഞത്. കറാമയിൽ വെച്ചിട്ട് ഞങ്ങളെ പറ്റിച്ച ഒരു പാകിസ്ഥാനി ഉണ്ട്. പോട്ടെ, പിന്നെ പറയാം. അപ്പോൾ ഈ ഇത്തരം ഒന്നാമത്തെ കാര്യം, ഒരാളെ നമ്മൾ കാണുമ്പോൾ ഒരു മുത്താലിമായ ഇപ്പം ഹാദിപ്പ് ഒരു മുത്താലിമാണ്, ഒരു മുത്താലിം ഒരു മക്കാമിൽ വെച്ചിട്ടോ ഒരു പള്ളിയിൽ വെച്ചിട്ടോ ഒരാളെ കാണുമ്പോഴത്തേനും ഓടിപ്പോയി ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ നമുക്കൊരു കൽബിൽ തോന്നുന്നു അയാളെ കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, ദുആ ചെയ്യാൻ പറയാന്നല്ലാണ്ട് അയാളുമായിട്ട് കാരണം നിങ്ങൾ ബന്ധപ്പെടേണ്ടതും നിങ്ങൾ അടുക്കേണ്ടതും ഇപ്പം നിങ്ങൾ ഇൽമിനോടാണ്. ആ ഇൽമു പറഞ്ഞിരുന്ന ഉസ്താദിനോട്, നിങ്ങളുടെ ഉസ്താദ് മുദരിസിനോടും, അല്ലാതെ ഇപ്പോൾ തസൗഫിൻ്റെയും ഖദർ നബിനെയും അന്വേഷിച്ച് നടക്കുന്ന പണിയല്ല. പറഞ്ഞാൽ മനസ്സിലാവണ്ട. ഇതിനൊരു സംഭവം പറഞ്ഞുതരാം. ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് അല്ല ഇവിടെ കറാമയിൽ ഒരാൾ വന്നു, ഇതേപോലത്തെ ഒരു ജിന്നും ഒക്കെ ഉള്ള ഒരാൾ വന്നു. അങ്ങനെ അന്നുകൊണ്ട് നമ്മളെ ഈ ഹീറോമാരൊക്കെ അയാളെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഞാനും പോയി. കാരണം അന്ന് ഈ കറാമയിൽ നമുക്കും അത് ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് ഒരുപാട് മഹബീങ്ങളും മഹബാബിങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 2-3 വട്ടമൊക്കെ ഇയാളുടെ മജ്‌ലിസുകളിലൊക്കെ ഞാൻ പോയി. പിന്നെ നമുക്ക് നമ്മളതായ തിരക്കിൽ നമ്മൾ വിട്ടുപോയി. പക്ഷെ എന്നാലും എന്നിലൂടെ പരിചയപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഇയാളെ മജ്‌ലിസിലൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. കറാമൽ പലയിടത്തും പല റൂമുകളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇയാളെ മജ്‌ലിസ് ഉണ്ടാവും. അല്ലാണ്ട് അങ്ങനെ ഒഫീഷ്യലായിട്ടൊരു സ്ഥലം ഇയാൾ കേന്ദ്രമൊന്നുമില്ല, നാട്ടിൽ നിന്ന് വന്ന ആളല്ലേ. അങ്ങനെ ഒരു ദിവസം ഇയാളെ മജ്‌ലിസിൽ ഇയാൾ പെട്ടെന്ന്, ഞാനില്ലാത്ത മജ്‌ലിസ്, പെട്ടെന്ന് ഒരു തസ്ബീഹ് അബ്രൂക്കാജിൻ്റെ അടുത്ത് കൊടുത്തു. അബ്രൂക്കാജി ഉണ്ടെന്ന് ആ സദസ്സിൽ അബ്രൂക്കാജി ഉണ്ട്. കൊടുത്തിട്ട് പറഞ്ഞ് ഖദർ നബി അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് അബ്ദുൽ വാഹിദിനോട് പറയുകയാണ്. ഇത് ഖദർ നബിയുടെ വക മൂപ്പർക്കുള്ള ഹദിയയാണ്. എന്താണ്? എൻ്റെ പോനെ, അവിടെ ഇരിക്കണ മജ്‌ലിസിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെ പ്രതി ആര്
അതായത് നുഹാസിനിക്ക് ഖിദർ നബിയുടെ ഹദിയ സലാം, ഇതിനപ്പുറം എന്ത് വേണം? ആ മജ്‌ലിസ് പിരിയാൻ കാത്തിക്കരുന്ന എല്ലാവരും കൂടി ഓടി എൻ്റെ അടുത്തേക്ക് വരാൻ. ഞാനതോടായി സ്റ്റാർ അതിന് സിനിമയിലെടുത്തെന്ന് പറഞ്ഞവരായിപ്പോയി, ഹീറോ ആയിപ്പോയി. ഈ തസ്ബീഹ് ആദരിച്ച് ബഹുമാനിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. അബ്രൂക്കാജിയും സലാമുണ്ട്. ഹംസക്കോയ്ക്കേണ്ട തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മ എത്ര വർഷം മുമ്പ് പറഞ്ഞു. മൂപ്പര് അസ്സലാമു അലൈക്കും പറഞ്ഞു. സലാമല്ലേ, വാലൈക്കും അസ്സലാം പറഞ്ഞു. ഇത് കിട്ടിയ പാടെ എനിക്ക് മനസ്സിലായി എന്തെന്ന്, മറ്റാൾ 400 പീസ് എന്ന് എനിക്ക് മനസ്സിലായി, ഉറപ്പിച്ച് ഞാൻ. അത് 420 സംഭവം. കാരണം ഖിദർ നബി അലൈഹിസ്സലാം സലാം പറഞ്ഞയക്കാൻ മാത്രം ഞാനില്ല എന്നുള്ളത് എൻ്റെ നഫ്സിനെ പറ്റി എനിക്കറിയും. അതുപോലൊരു ഹദിയ കൊടുത്തു വിടാനും ഞാനില്ല. അതിന് മാത്രമൊന്നും നിങ്ങളുടെ വാപ്പ അന്നും വളർന്നിട്ടില്ല, ഇന്നും വളർന്നിട്ടില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായാലും ഇയാൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതോടുകൂടി ഞാൻ അങ്ങോട്ട് പൊന്തു. പിന്നെ പിന്നീട് അതൊക്കെ തെളിഞ്ഞ് ഇയാൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞ ആൾക്കാരിൽ നിന്നൊക്കെ കാശ് പിരിച്ചിട്ട് ഇയാൾ മുങ്ങി പോയി. എന്നെ എനിക്ക് കിട്ടിയില്ല. ഇയാൾക്ക് വേണ്ടിയിരുന്നത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഏജൻറ്റ് പോലെ, അല്ല ഞാൻ മൂപ്പരുടെ ഒരു മുരീദ് പോലെ, അല്ലെങ്കിൽ ഞാൻ മൂപ്പരുടെ നേരെ കാര്യസ്ഥനായിട്ട് നിൽക്കുകയും ആളുകളൊക്കെ ബന്ധപ്പെടുത്തി കൊടുത്തു. എന്ന് ഞാൻ ഇതിനേക്കാൾ കുറച്ചും കൂടി ആക്റ്റീവാണ്. കറാമയിൽ എല്ലായിടത്തും എന്നെ എല്ലാവരും ഇതാവും. അപ്പം എന്നെ പിടിച്ചാൽ മൂപ്പര് ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും വിജയിക്കുന്ന മൂപ്പർക്ക് അറിയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ആയിരുന്നത് സത്യത്തിൽ. അപ്പം മൂപ്പര് ചെയ്തെന്താണ്, ഖിദർ നബി എന്ന് പറഞ്ഞാലും തസ്ബീഹ് ഹദിയ തന്നെന്ന് പറഞ്ഞാലൊക്കെ നമ്മളങ്ങോട്ട് പൊന്തിക്കഴിഞ്ഞാൽ അയാളടുത്തേക്ക് ഞാൻ ഓടിച്ചല്ലോ. പിന്നെ അയാൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടോ എന്നെയും പറ്റിച്ചിട്ട് ഞാനിവരോടൊക്കെ പറയണത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുന്നത് അയാൾക്ക് ഇനിയും അനുയായികൾ കൂടും. പല ലക്ഷ്യങ്ങളും അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നിനും തോന്നിയില്ല. എൻ്റെ മശായിഖന്മാരുടെ മുറ്റിച്ചൊരൂപ്പിൻ്റെ ഒക്കെ ബർക്കത്തുണ്ട്, അന്തൂർപ്പാപ്പാൻ്റെ ഒക്കെ ബർക്കത്തുണ്ട്. എനിക്ക് അപ്പം തോന്നിയത് എന്താണ്, ഇയാൾ 400 പീസിന്. കാരണം ഞാനതിന് അർഹനല്ലേ. ഞാൻ പിന്നീട് ആലോചിച്ചിട്ട് വേറെ വല്ല ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ അപ്പം തന്നെ ഇയാൾ പൊന്നി. കാരണം ഞാനല്ലല്ലോ പറഞ്ഞത്, അവകാശവാദം ഉന്നയിച്ചത്. അയാളെ വിശ്വസിക്കുന്ന 10-25 ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. ആ 25 പേർക്ക് ഇപ്പം ഞാനെന്താണ്, ആദരണീയനാണ്, ബഹുമാന്യനാണ്. കാരണം ഖിദർ നബി അലൈഹി സലാം പറഞ്ഞ അയച്ച അബ്ദുൽ വാഹിദ്, തസ്ബീഹ് കൊടുത്ത അയച്ച അബ്ദുൽ വാഹിദ്. പക്ഷെ എനിക്കത് തോന്നിയില്ല. ഇത് ഉപയോഗപ്പെടുത്താനും തോന്നൂല. അത് മാഷായഹന്മാരൊക്കെ ആവലാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ അബദ്ധപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഞാൻ ചിരിച്ച് തള്ളി. അബ്രൂക്കാജിക്കൊക്കെ അന്ന് ഭയങ്കര അതിശയായിരുന്നു. അധികം താമസിച്ചില്ല, 1 മാസം എടുത്തില്ല. കാരണം ഞാൻ പിന്നെ പോയില്ല. അയാൾ പ്രതീക്ഷിച്ചത് ഒരു വലിയ ചൂണ്ടയാണ്. കാരണം ഇതിൻ്റെ പിന്നാലെ ഞാൻ അങ്ങോട്ട് അയാളടുത്തേക്ക് വരുന്നത്. ഞാൻ പോയില്ല. അതിനു മുമ്പ് കണ്ട കാഴ്ചയിലാണ് ഞാൻ പിന്നെ പോയില്ല അയാളടുത്തേക്ക്. മലയാളി ഞാൻ പറഞ്ഞില്ലേ, അല്ല വല്ലാണ്ട് പിന്നെ അതില്ല, പോയില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അറിഞ്ഞ് ഈ പരിചയപ്പെട്ട ആൾക്കാരും അനുയായികളെയും ഒക്കെ പല പരിപാടിയും പറഞ്ഞിട്ട് അയാൾ അവിടെ റിയാദൊക്കെ ഇരിക്കണം, ഹൽവത്തിന് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാശൊക്കെ പിരിച്ചിട്ട് ആൾ തടി സലാമത്താക്കി എന്ന് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് 5 പൈസ പോയില്ല. ഒരു തസ്ബീഹ് ഫ്രീ ആയിട്ട് കിട്ടി. അത് ഇവിടെ എവിടെയൊക്കെ കിടക്കണം, ഞാനത് നോക്കിയിട്ടില്ല. അപ്പം നമ്മളെ ഒരാൾ പൊക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തിന് ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് നമ്മളെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുതഅല്ലിമായ താങ്കളുടെ ആവശ്യം ഇപ്പം ഇൽമു പഠിക്കലാണ്. അതീന്ന് യമീനി യസാർ തിരിയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ചില കുട്ടികൾ അങ്ങനെയാണ് ഓതിപ്പടിക്കുന്ന കാലത്ത് ഇപ്പം. പക്ഷെ എനിക്ക് ആ പേടിയില്ല സത്യത്തിൽ. എന്തുകൊണ്ട്? നിങ്ങൾ തസൗഫ് സംബന്ധമായ കിതാബുകൾ സത്യത്തിൽ ഇപ്പം അധികം ഓത്തില്ല. അത് കാരണം തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ഖൈറും ഇല്ല ഷറും ഇല്ലാണ്ടായിപ്പോയി. ഞാനതിനോട് യോജിക്കുന്നില്ല. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് ഇതൊക്കെ ഉണ്ടാവും. ഇർഷാദുൽ ലാഫി ഓതാത്ത ദർസില്ല. അതിൽ രസകരമായി പിടിച്ചിട്ട് ഉപകാരമുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ പൊട്ടിത്തെറിച്ചാണ്ട് പോകും. ആ പൊട്ടിത്തെറിച്ച് പോയിട്ട് ഈ മക്കാമിലൊക്കെ ഉണ്ടാകുന്ന ചില ഫ്രോഡ് പാർട്ടികളായിട്ട് ബന്ധപ്പെടാനും ചിലപ്പോൾ അങ്ങനെ തന്നെ ഓത്ത് ഇല്ലാണ്ടാവും. ഭയങ്കരമായ കുറച്ച് ഹാ ഹൂ ഹി എന്നൊക്കെ ദിക്കറും കൊടുക്കും. അതെന്തോ വലിയ സംഗതി എന്ന് വിചാരിച്ച മുപ്പരാകുമ്പോൾ കുത്തിരിക്കും.
ഇൽമു വിട്ട് ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ പോവില്ല, ഇയാളെ പിന്നാലെ കൂടും. അപ്പം ഇങ്ങനെയും ഉണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബിസിനസ് പ്രൊജക്റ്റുകൾ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്ന ആളുകളുള്ളതുപോലെ തന്നെ ഈ ആത്മീയ മേഖലയിലും ഇത് ഉണ്ട് പറ്റിക്കുന്ന ആൾക്കാർ. ആ പറ്റിക്കപ്പെടുന്നവരിൽ ഒരു ചിലപ്പോൾ മൈലാക്കന്മാർ തന്നെ പോയി കൊടുങ്ങാറുണ്ട്, അത് വേറെ കാര്യം, അത് അവരെ വിധി എന്ന് പറയാം. മുതഅല്ലിമീങ്ങളിൽ ചില ആളുകളെങ്കിലും പോയി കുടുങ്ങും. അതുകൊണ്ട് തന്നെ സിയാറത്തിന് പോണ്, മമ്പറത്ത് പോണ്, മടവൂര് പോണ്, ഉള്ളാളത്ത് പോണ്, എവിടെ പോയാലും നമ്മ ആര് സിയാറത്ത് ചെയ്യാനാണ് പോയത്? മമ്പറത്ത് തങ്ങളുപ്പാപ്പാണ് സിയാറത്ത് ചെയ്യുന്നത്. സിയാറത്ത് ചെയ്യുക, യാസിനോദ, ഖുർആാനോദ, വട്ടവർ ഹദിയ ചെയ്യാനുണ്ടോ ഹദിയ ചെയ്തിട്ട് മര്യാദക്ക് തിരിച്ചു പോരും. അവിടെ ഉള്ള ആളുകൾ അഹ്ലുൽ ഖൈറാണ്, നല്ലവരാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ എല്ലാവരോടും നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരാളോട് പ്രത്യേകമായിട്ട് തോന്നിയാൽ ദ്വാരക്കണം ടൗസിക്കും ബിദ്വാ കഴിഞ്ഞ് അവരുടെ ദ്വാര നമ്മൾ പെട്ട് നമ്മളെന്തിനാ ഇപ്പം തന്നെ പോയിട്ട് ഇങ്ങനെ കൂടാൻ നിൽക്കണത്? അതിൻ്റെ ആവശ്യമില്ല. ദ്വാരക്കാൻ പറയാം. ഇപ്പോൾ ആരൊക്കെ ഉണ്ടായാലും ദ്വാരക്കാൻ പറയാമല്ലോ, തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പോൾ അയാൾ തെമ്മാടിയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവിടെ നിർത്തിക്കൊള്ളണം, സലാം പറയുക, ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യുക. ബാക്കി അയാളിലുള്ള എല്ലാം അവിടെ വിട്ടേക്കുക. കാരണം ഇപ്പം നിങ്ങളതിനായിട്ടില്ല, ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഓതിപ്പടിക്കേണ്ട സമയമാണ്, ഓതിപ്പടിക്കണമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഓക്കെ നിങ്ങൾക്ക് തോന്നണ് ഹി ഗോട്ട് സംതിങ് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് മറച്ചു വെക്കണത്? അത് കള്ളത്തരല്ലേ? നിങ്ങൾക്ക് കിതാബ് ഓതി തരുന്ന, നിങ്ങൾക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി തരുന്ന, മുത്തുനബിനെ പരിചയപ്പെടുത്തുന്ന ഉസ്താദ് ഉണ്ടല്ലോ, അവിടെ നിന്ന് മറച്ചു വെക്കണം. സംസാരിക്കാത്ത എന്താണ്? ഞാൻ മമ്പറത്ത് പോയപ്പോഴേ അവിടെ ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ട്, മൂപ്പർക്ക് ചിലപ്പോൾ ഒരു സ്റ്റോറി പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂപ്പരതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നാലോ. പക്ഷെ ആദ്യത്തെ തെറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് മറച്ചു വെക്കലാണ്. അപ്പോൾ അതും ചെയ്യരുത്. പക്ഷെ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. മുതഅല്ലിമാണോ സിയാറത്ത് ചെയ്യാൻ പോയോ തിരിച്ചു വരിക, കഴിഞ്ഞ്. ഈ ഖദർ നബിനെ കാണലും റിജാൽ ഗൈബിനെ കാണലും കുത്തുബിനെ കാണലും ഒക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനത്തെ ആളുകളെ പാട്ടിലാക്കാനും കുപ്പിയിലാക്കാനും പറ്റിക്കാനും ആയിട്ട് തന്നെ വേറൊരു വിഭാഗം തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് പണക്കാരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്ന മറ്റേ ഫ്രോഡുകളെ പോലെ പെട്ടെന്ന് പണക്കാരാവാൻ പോകുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ദുനിയാവിൻ്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ ഷോർട്ട് കട്ട് ആത്മീയതയിലോട്ട്, തസൗഫിലോട്ട്, ത്വരീഖത്തിലോട്ട്, വിലായത്തിലോട്ട്, മഅരിഫത്തിലോട്ട് ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ് പറ്റിക്കപ്പെടാറ്. അല്ലാത്തവരൊന്നും അങ്ങനെ പറ്റിക്കപ്പെടാറില്ല. എല്ലാവർക്കും അറിയാം ശരീഅത്തിൻ്റെ ഇൽമു, ഫിഖ്ഹും ഹദീസും തഫ്സീറും ഒക്കെ പഠിച്ച് തിരിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് ആളുകൾ ഉന്നതമായ സ്ഥാനത്തേക്കൊക്കെ എത്തല്. മൊയ്തീൻ ശേഖ് റളിയല്ലാഹു തആല അൻഹു ബഗ്ദാദിൽ വന്നത് വലിയായിട്ടൊന്നുമല്ല, മീൻസ് ഷെയ്ഖായിട്ട് കുത്തിരിക്കാൻ വന്നൊന്നല്ല, വന്നത് ഈ കിതാബ് ഓതി പഠിക്കാൻ. എത്ര കാലം എത്ര ആൾക്കാരുടെ അടുത്ത് കിതാബ് ഓതി പഠിച്ചെന്ന് വെച്ചിട്ടാ? റിഫായി ഷേഖ് തങ്ങളോ? അപ്പോൾ കിതാബോത്ത് ഇൽമ് പഠിച്ച് തറായതിന് ശേഷമാണ് ബാക്കി എന്തും വരുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരം ഇറ്റിക്കണ്ണികളെ നമ്മൾ ഈ പോകുമ്പോൾ വരുന്ന മറ്റേ പുല്ലില്ലേ, നമ്മൾ വകഞ്ഞ് മാറ്റി പോകാമെന്നല്ല, വകഞ്ഞ് മാറ്റി പോകാൻ വേണം. അതൊന്നും നിങ്ങൾക്കുള്ള നേൽ മരങ്ങളായിട്ട് വളരൊന്നുമില്ല. അത് പുല്ല് തന്നെയാണ്. ആ പുല്ല് കുറച്ച് വലുതാവുന്നുള്ളൂ, അതൊരിക്കലും എന്താവില്ല, മരാവില്ല. ആവോ? പള്ളിപ്പറമ്പിൽ ആ കുറേ പുല്ല് നമുക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുറേ പുല്ലുകളില്ലേ, അതെന്തെങ്കിലും മരാവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല, അത് ആ പുല്ല് തന്നെയാണത്. കുറച്ച് പൊക്കൊക്കെ വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ കാണുന്ന ആളുകളൊന്നും നിങ്ങൾക്ക് തണൽ നൽകൂല. അത് നിങ്ങളെ ഇൽമ തന്നെ ആദ്യം വേണം, അപ്പോൾ താനേ എല്ലാം വരും. തിരിഞ്ഞാ പറയണത്.